സാർ, 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ട്യൂഷൻ സെൻ്ററിലെ യാത്രയയപ്പ് നടക്കുന്നതിനിടെ 2 സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേരി തിരിഞ്ഞ് അതിമൃഗീയമായി ഉപദ്രവിക്കുന്നു. 2-3 ദിവസമായി ആ കുട്ടി ഹോസ്പിറ്റലിലാണ്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി മരണപ്പെടുകയാണ്. ഷഹബാസ് എന്ന് പറയുന്ന 15-കാരൻ. ഇതിൽ മുതിർന്നവർക്കും പങ്കുണ്ട് എന്ന് വീട്ടുകാർ തന്നെ ആരോപിക്കുന്നുണ്ട്. കുട്ടികൾക്കെതിരെ, ഇപ്പോൾ ആക്രമിച്ച കുട്ടികൾക്കെതിരെ കൊലക്കുറ്റമൊക്കെ ചുമത്തിയിട്ടുണ്ട്. സത്യത്തിൽ എന്ത് ചെയ്താലും നിയമത്തിൽ പഴുതുകളുണ്ട്, ഞങ്ങൾ ഈസിയായി പുറത്തു വരും എന്നുള്ളൊരു ധാരണയാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്? കുട്ടികൾ തമ്മിലുള്ള സംഘടനം ആവർത്തിക്കുന്നു. ക്യാമ്പസുകളിൽ, നേരത്തെയൊക്കെ കോളേജുകളിലായിരുന്നു ഇത്തരം സംഘടനകളിൽ. ഇപ്പോൾ അത് ഒരു 10ാം ക്ലാസ് പരീക്ഷ തിങ്കളാഴ്ച ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ട്യൂഷൻ സെൻറ്ററിലെ അവസാന ദിവസമായിരുന്നു അത്. ട്യൂഷൻ സെൻറ്ററുകളിലും പിന്നെ ആഘോഷ പരിപാടിയും സെൻഡ് ഓഫ് പ്രോഗ്രാമൊക്കെ നടക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. മുമ്പും ട്യൂഷൻ തന്നെ ഒരു അനാവശ്യ ഏർപ്പാടാണ്. പക്ഷേ വീക്കായ സബ്ജക്റ്റിന് കുട്ടികൾ ട്യൂഷൻ സെൻറ്ററുകളെ ആശ്രയിക്കുന്നത് തെറ്റു പറയാൻ പറ്റില്ല. ഏതായാലും പ്രധാനപ്പെട്ട സ്കൂളുകളിലെ അധ്യാപനം വേണ്ടത്ര പോരാത്തത് കൊണ്ടാണല്ലോ ഈ അഡീഷണൽ ട്യൂഷൻ വേണ്ടി വരുന്നത്. അപ്പം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ചും സ്കൂൾ വിദ്യാഭ്യാസ മേഖല, ഹയർ എഡ്യൂക്കേഷനും തദൈവ തന്നെ അതീവ ഗുരുതരമായ ഒരു അധപ്പതനത്തിലേക്ക് നീങ്ങുകയാണ്. കുറേ കാലമായത് വിദ്യാഭ്യാസ മണ്ഡലം കേരളത്തിൽ കുട്ടിച്ചോറാക്കിയിരിക്കുന്നു. പണ്ടൊക്കെ MA ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരുമ്പോൾ നമ്മൾ പറയുമായിരുന്നു വിദ്യാഭ്യാസത്തെ ബേബി ചോറാക്കി. ഇപ്പോൾ അത് എല്ലാ അർത്ഥത്തിലും ശിവൻകുട്ടി ചോറാണ്. കുട്ടിച്ചോറാക്കിയെന്ന അക്ഷരാർത്ഥത്തിൽ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. എങ്കിൽ പോലും വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം താഴ്ന്നു. അതിൻ്റെ പിന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും പിണങ്ങി രാഷ്ട്രീയം കളിക്കുന്നു, സംഘടനാ സഖ്യങ്ങളുണ്ടാക്കി പരസ്പരം മല്ലടിക്കുന്നു. ഇതൊക്കെ പുതിയ കാര്യമല്ലെങ്കിലും പഠനത്തിലൊരു ശ്രദ്ധ ഊന്നുന്ന സ്വഭാവം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ പറഞ്ഞതുപോലെ ഇതിൽ കുട്ടികളെ മുന്നിൽ നിർത്തി മുതിർന്നവർ പിന്നിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വർഗീയ ചേരിതിരിവുകൾ നടത്തി സംഘടനത്തിൽ ഏർപ്പെടുകയാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ശ്രദ്ധിച്ചത് വേറെ രീതിയിലാണ്. വിദ്യാലയങ്ങളിൽ ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനം അതീവ ഗുരുതരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഞ്ചാവും LSDയും വില കൂടിയ ഹാഷിഷും ഇതൊക്കെ കുട്ടികൾക്ക് ലഭ്യമാവുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇതിൻ്റെ വിൽപ്പന സംഘടിതമായി സംസ്ഥാനം ഒട്ടുക്ക് നടക്കുന്നു. എക്സൈസ് വകുപ്പോ പോലീസോ വേണ്ടത്ര ശ്രദ്ധിക്കുന്നു പോലുമില്ല. എന്ന് മാത്രമല്ല, അതിനൊക്കെ ഒത്താശ നൽകുന്ന തരത്തിലുള്ളൊരു നിശബ്ദമായ പിന്തുണയും അതിന് ലഭിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, കേരളത്തിൽ ഈ മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇവിടുത്തെ ഭരണകക്ഷിയെ നയിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനായിരുന്നു ഒരിക്കൽ. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയിലുള്ള പലരും മയക്കുമരുന്ന് വ്യാപാരത്തിൻ്റെ കണ്ണികളാണ്. ആലപ്പുഴയിലൊരു വലിയ ലോറിയിൽ കള്ളക്കടത്ത് പിടിച്ചില്ലേ, മയക്കുമരുന്നും കഞ്ചാവും കടത്തിക്കൊണ്ടുപോകുന്നത് കയ്യോടെ പിടിച്ചിരുന്നു. എവിടെ പോയി ഇതൊക്കെ? ഈ മയക്കുമരുന്നുകളും കഞ്ചാവും ഒക്കെ എവിടെയാണ് ചെന്ന് ചേരുന്നത്? വിദ്യാലയങ്ങളിലാണ്. അത് സ്കൂളുകളിൽ ഭയാനകമാംവിധം കുട്ടികളെ സ്വാധീനിക്കാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഒരു വിദ്യാർത്ഥി സംഘടന ഒത്താശ ചെയ്തു കൊടുക്കുന്നു. റാഗിങ് പോലെയുള്ള കാടത്തരത്തിനും മയക്കുമരുന്ന് വ്യാപാരത്തിനും വിദ്യാർത്ഥി നേതാക്കൾ പങ്കെടുക്കുന്ന ദുസ്ഥിതി ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ഒരു അനന്തരഫലമാണ് ഒരു ട്യൂഷൻ സെൻറ്ററിൽ വരെ സെൻഡ് ഓഫ് പ്രോഗ്രാമും കൾച്ചറൽ പ്രോഗ്രാമും അവരുടെ പഠനം അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസങ്ങളിൽ നടത്തുക. എന്നിട്ട് അത് അടികലശലിൽ കലാശിക്കുക, കൂവലും ബഹളവും ഒക്കെയായി അങ്ങനെ തീരുന്നതായിരുന്നു പതിവ്. അത് പോരാതെ കയ്യേറ്റം ചെയ്യുക. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടയാൾ ആ ട്യൂഷൻ സെൻറ്ററിലെ സ്റ്റുഡൻ്റ് അല്ലായിരുന്നു എന്നാണ് കേട്ടത്. അയാളെ ഈ സംഘടനത്തിന് വേറൊരു സുഹൃത്ത് അയാളുടെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവന്നു കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കുട്ടികളെ ഈ സംഘടനം നടന്ന ട്യൂഷൻ സെൻറ്ററിലേക്ക് ആകർഷിക്കുകയായിരുന്നു. എന്നിട്ട് മനഃപൂർവ്വം കരുതിക്കൂട്ടി
ഇങ്ങനെ ഒരു കോലാഹലം ഉണ്ടാക്കണമെന്നും ആരെങ്കിലുമൊക്കെ വകവരുത്തണമെന്നും മരിച്ചുപോയ കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ട് അവനെ കൊല്ലാൻ തന്നെയാണ് അവർ പ്ലാൻ ഇട്ടിരുന്നതെന്ന്. അപ്പോൾ മരിച്ചിട്ടില്ല കുട്ടി. അപ്പോൾ അയാൾ പറഞ്ഞത് സത്യമാണോ എന്ന് പരിശോധിക്കാൻ ഇവിടുത്തെ അന്വേഷണ നിയമ സംവിധാന വ്യവസ്ഥയ്ക്ക് ബാധ്യതയില്ലേ? അപ്പോൾ ഈ തരത്തിൽ വിദ്യാലയങ്ങളുടെ മറവിലും ക്യാമ്പസിനുള്ളിലും പുറത്തും ട്യൂഷൻ സെൻറ്ററിലും ഒക്കെ വെച്ചിട്ട് വൈരാഗ്യമുള്ള ആളുകളെ വകവരുത്തുവാനുള്ള നീചമായ പദ്ധതികളും ഈ മയക്കുമരുന്ന് വ്യാപാരത്തിൻ്റെ തണലിൽ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഈ കുട്ടികൾ, പ്രായം പൂർത്തിയാകാത്ത കുട്ടികൾ മദ്യഷാപ്പിൽ കയറി കണ്ടമാനം മദ്യപിച്ച് ലെക്ക് കെട്ട് പൊതുവാഹനങ്ങളിൽ അടിയുണ്ടാക്കുന്ന സംഭവം, അതിൻ്റെ വീഡിയോ ദൃശ്യവും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ഇതിനൊക്കെ ആരും ചോദിക്കാനും പറയാനും ഒരാളും ഇല്ല എന്നതാണ് ഇതിൻ്റെ സങ്കടകരമായ വസ്തുത. സാർ, ഇപ്പോൾ ഇവരുടെ തന്നെ വാട്സപ്പ് സന്ദേശങ്ങൾ പുറത്തു വന്നു. നമ്മളിതിൽ പെടില്ല, കൂട്ടം കൂടി അടിച്ചത് കൊണ്ട് പ്രതിയാകില്ല. ഇതൊക്കെ ആരാണ് ഈ കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും? നമ്മുടെ നിയമത്തിൽ എന്ത് ചെയ്താലും ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ഒരു ബോധം അതാണോ കുട്ടികളെ? ഈ ലഹരി ഉപയോഗിച്ചാലും അതൊക്കെ ഇത്രയേ ഉള്ളൂടാ, നമ്മൾ പേടിക്കാനൊന്നുമില്ല, ഈസിയായിട്ട് നമുക്ക് പുറത്തിറങ്ങി വരാം എന്നൊക്കെ. അപ്പോൾ ഇന്നലെ തന്നെ ഈ ജുവനൈൽ ബോർഡിൽ കൊണ്ടാക്കിയപ്പോൾ പോലീസ് കൃത്യമായി ബോർഡിലുള്ളവരോട് പറഞ്ഞു ഈ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി, കുട്ടി മരണപ്പെടാൻ സാധ്യതയുണ്ട്. എന്നിട്ട് പോലും അവർ ഈ പ്രതികളായ കുട്ടികളെ വീട്ടിലേക്ക് തിരിച്ചയച്ചു എന്നാണ് പറയുന്നത്. പോലീസ് പറഞ്ഞതുപോലും കേൾക്കാതെ. അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതാണ്, ഈ കുട്ടികൾക്ക് ന്യായ സംഹിതയുടെ ക്ലോസ് സഹിതം അറിയാം എത്ര മാത്രം ഗുരുതരമാണെന്നും. അത് ഇത്ര വയസ്സിന് താഴെയുള്ളവർ ജുവനൈൽ കുറ്റവാളികൾ, കുട്ടി കുറ്റവാളികളാണ്. അപ്പോൾ ജുവനൈൽ ഡീലിക്വൻസി ആണ് അവരെ ബാധിക്കുന്നതെന്നും അതിന് പരമാവധി ഇത്ര ശിക്ഷയെ വരുള്ളൂ, തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കില്ലല്ലോ എന്ന് സമാധാനിച്ചിട്ട്, സ്വയം സമാധാനിച്ചും ന്യായീകരിച്ചും ഏത് ഹീനകൃത്യം ചെയ്യുന്നതിനും അവർ പ്രേരിതരാകുകയോ വ്യാപൃതരാകുകയോ ചെയ്യുകയാണ്. ഇത് ബാഹ്യശക്തികൾ അവരെ ആ തരത്തിൽ ബോധ്യപ്പെടുത്തുന്നവരും ഈ മയക്കുമരുന്നിൻ്റെ കരിയേഴ്സ് ആക്കുന്നതിനും പിന്നീട് അതിൻ്റെ വ്യാപാര ഏജൻറ്റോ ഇടനിലക്കാരനോ ഒക്കെ ആക്കുന്നതിനും അതിൽ നിന്ന് പെറ്റിയായിട്ടുള്ള ലാഭം അവർക്ക് കൊയ്യുന്നതിനുമൊക്കെ ഇത് സംഘടിതമായി നടക്കുകയാണ് കേരളത്തിൽ. ഇതിന് പോലീസ് അനങ്ങാത്ത വിധം ഭരണകക്ഷിയിലുള്ളവരുടെ ഒത്താശയുണ്ട്. പോലീസിനെയും കൈ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇതില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കേരളത്തിലെ ക്യാമ്പസും വിദ്യാലയങ്ങളും ഈ ദുസ്ഥിതിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പ്രയാസമൊന്നുമില്ല. അതിന് കേപ്പബിളായിട്ടുള്ള സൈന്യബലവും മികവും നമുക്കുണ്ട്. പക്ഷേ അതൊന്നും ആക്റ്റീവ് ആകാൻ സമ്മതിക്കുന്നില്ല ഭരണത്തിലുള്ളവർ. ഇത് ഭരണത്തിൻ്റെ ഒത്താശയോടെ നടക്കുന്ന ഒരു സംഘടിത പ്രവർത്തനമാണ്. ഇത് മനഃപൂർവ്വമാണ്. കാരണം ഒരു നാടിനെ നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പം ആ നാടിനെതിരെ യുദ്ധം ചെയ്യലല്ല, ആ നാട്ടിലെ വിദ്യാഭ്യാസ വ്യവസ്ഥ അവതാളത്തിലാക്കിയാൽ മതി. ഒരു നാടിനെ കീഴ്പ്പെടുത്താൻ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, അവിടുത്തെ വിദ്യാഭ്യാസ വ്യവസ്ഥ താറുമാറാക്കിയാൽ മതി. എന്നാൽ അവിടെ നിന്ന് പുറത്തു വരുന്ന എൻജിനീയറായാലും ഡോക്ടറായാലും കൊള്ളരുതാത്തവരാകും. അവർ കെട്ടുന്ന പാലം, അവിടുത്തെ അങ്ങനെ പഠിച്ചു വരുന്ന എൻജിനീയർ വിവരമില്ലാത്തവനാകുന്നത് കൊണ്ട് അവൻ കെട്ടുന്ന പാലമായിരിക്കും പാലാരിവട്ടം പാലം പോലെ ഇടിഞ്ഞു വീഴുന്നത്. അങ്ങനെ പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർ സർജറി ചെയ്യുമ്പോഴായിരിക്കും കാലിന് പകരം കണ്ണോ സർജറി ചെയ്യുന്നത്, വയറിനുള്ളിൽ കത്രിക വെച്ചും തുന്നിക്കെട്ടി വിടുന്നത്. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ ഒരു 10-20 വർഷം കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിലെ പ്രൊഫഷണൽ കോളേജുകൾ തുടങ്ങി താഴെ ഇങ്ങോട്ടുള്ള എല്ലാ മണ്ഡലത്തിലും സബ്സ്റ്റാൻഡേർഡായ ആളുകളെ സൃഷ്ടിച്ചു വിടാൻ പറ്റും. അതുവഴി ഒരു നാടിനെ തന്നെ തകർക്കാനും പറ്റും. ഇത് മനഃപൂർവ്വമായൊരു യുദ്ധമാണ്. ഇത് ബോധപൂർവമാണ്. ഒരു സമൂഹത്തെ ഇല്ലാതാക്കുവാനുള്ള മനഃപൂർവ്വമായ കരുതിക്കൂട്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. വിദ്യാഭ്യാസത്തിൽ ഇടപെട്ട് അവിടം കുട്ടിച്ചോറാക്കിയാൽ ഒരു സമൂഹം തകർത്ത് തരിപ്പണമാക്കി കയ്യിലെടുക്കും.